നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി സരിൻ ഒറ്റപ്പാലത്ത് LDF സ്ഥാനാർത്ഥിയായിരിക്കും. സരിനെ മത്സരിപ്പിക്കാൻ CPM സംസ്ഥാന നേതൃത്വത്തിൽ നീക്കം നടത്തുന്നുണ്ട്. സരിന് വിജയസാധ്യതയുള്ള സീറ്റ് തന്നെ നൽകണമെന്നാണ് CPM നിർദ്ദേശം. ഒറ്റപ്പാലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ സരിന് നിർദ്ദേശം കിട്ടിയതായി സൂചന. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി സരിൻ ഒറ്റപ്പാലത്തെ UDF സ്ഥാനാർത്ഥിയായിരുന്നു. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാജിദ്, കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷമാണ് സരിൻ ഇപ്പോൾ LDFനൊപ്പം ചേരുന്നത്. കഴിഞ്ഞ തവണ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചതാണ്. ഇത്തവണ സരിന്റെ പേര് തന്നെയാണോ മുൻപന്തിയിലുള്ളത്? ഒരു തീരുമാനമായിട്ടുണ്ടോ? അമൃത സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് പി സരിൻ കോൺഗ്രസ് വിട്ട് LDFുമായി സഹകരിക്കുന്നത്, CPMുമായി സഹകരിക്കുന്നത്. പിന്നീട് LDFന്റെ സ്ഥാനാർത്ഥിയായി സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ടു. ഇത്തവണ സരിന് ഒരു ഷുവർ സീറ്റ് നൽകണം എന്നുള്ളതാണ്. സരിന് അദ്ദേഹം വന്നതിന് ശേഷം ഈ ചില പദവികൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഈ വിജ്ഞാന കേരളത്തിന്റെ ഉപദേഷ്ടാവ് എന്ന നിലയ്ക്ക് നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സരിനോട് ഒറ്റപ്പാലം കേന്ദ്രീകരിച്ച് പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന നിർദ്ദേശം ലഭിച്ചതായാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. എന്നാൽ സരിനോട് നേരിട്ട് സംസാരിക്കുമ്പോൾ സരിൻ അത് സ്ഥിരീകരിക്കുന്നില്ല. നിലവിലെ ഒറ്റപ്പാലം MLA പ്രേംകുമാറിനെ മറ്റൊരു മണ്ഡലത്തിലേക്ക് മാറ്റാനാണ് സാധ്യത. എന്തായാലും ഈ സരിന് ഒരു എളുപ്പത്തിൽ ജയിക്കാൻ കഴിയുന്ന ഒരു സീറ്റ് എന്ന നിലയ്ക്ക് ഒറ്റപ്പാലം നൽകാമെന്നൊരു ധാരണയിലാണ് പല നേതാക്കളും ഉള്ളത്. എന്നാൽ ഇതൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. നമുക്കറിയാം, ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്കോ സീറ്റ് വിഭജന ചർച്ചകളിലേക്കോ മറ്റൊന്നും LDFും CPMും കടന്നിട്ടില്ല. സ്ഥിതിക്ക് ഈ സരിനെ ഒറ്റപ്പാലത്ത് മത്സരിപ്പിക്കാമെന്നൊരു ധാരണയിലാണ് ജില്ലയിൽ നിന്നുള്ള ഈ പ്രധാന നേതാക്കളുടെ എല്ലാം തന്നെ ഒരു ധാരണയിൽ എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ UDFന്റെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി സരിൻ ഒറ്റപ്പാലത്ത് മത്സരിച്ചതാണ്. ആ ഒരു കാര്യം പ്രത്യേകം പരിഗണിക്കുകയും ഒറ്റപ്പാലത്ത് ദീർഘകാലം താമസിക്കുകയും ചെയ്തു. ഈ രണ്ട് വസ്തുതകൾ കൂടി പരിഗണിച്ചാണ് സരിൻ ഒറ്റപ്പാലത്ത് മത്സരിപ്പിക്കാമെന്നൊരു ധാരണയിലേക്ക് എത്തുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു അന്തിമ സ്ഥാനാർത്ഥി ആരാണ് എന്നത് ഈ ഒറ്റപ്പാലത്ത് തീരുമാനമായിട്ടില്ലെങ്കിലും ഈ ഹരിഗോവിന്ദൻ, മുൻ അധ്യാപക സംഘടനാ നേതാവ് കൂടിയായ ഹരിഗോവിന്ദനെ മത്സരിപ്പിക്കാൻ KPCC സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ മത്സരിപ്പിക്കാമെന്നൊരു ധാരണയാണ് ഉള്ളത്. സരിൻ വരികയാണെങ്കിൽ ഇതിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്ന കാര്യമെല്ലാം തന്നെ കണ്ടറിയണം. എന്തായാലും ഒറ്റപ്പാലം ഈ CPMനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമാണ്. പക്ഷേ അത് ഈ നിലവിലെ സാഹചര്യത്തിൽ ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ UDFന് കഴിയുമെന്നതിൽ സംശയമില്ല. ശരി, സാജിദ് അജ്മലാണ് വിവരങ്ങൾ.